നമ്മുടെ പോളോയുടെ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറേയധികം കാണിച്ചു തരാറുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഈ കസ്റ്റമർ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ ആളിതിനെ ഉപയോഗിച്ചു എന്നാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ വണ്ടിക്ക് അത്ര കണ്ട് നോയ്സ് ആയിരുന്നു, നമുക്ക് ഒന്നും തന്നെ ട്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് എവിടെ നിന്ന് എങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സസ്പെൻഷൻ സൈഡ് ഉണ്ടായിരുന്നു, ഓയിൽ സർവീസ് ഉണ്ടായിരുന്നു, അത് കൂടാണ്ട് നമുക്ക് ഇതിൻ്റെ EGR വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഓൾ ഓവർ ഒരു ഫുൾ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ഇത്രയാണ് നമുക്ക് ഈ വണ്ടിയിൽ വന്ന വർക്കുകൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സസ്പെൻഷൻ സൈഡിലോട്ട് പോയി. അപ്പോൾ സസ്പെൻഷനിൽ ഞാൻ കാണിച്ചു തരാം, നോക്കൂ. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ക്രോസ് അസംബ്ലി. ഇതിൽ ഡാമേജ് ആവാത്ത ഒരൊറ്റ പോയിന്റ് ഇല്ല. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ ലോവറാമാണ്. ലോവറാം കണ്ട പൊട്ടി ഈ കണ്ടീഷനായി, ഇത്രയും കണ്ടത് കാണുന്നുണ്ടോ, ഇത്രയും കണ്ട് ഡാമേജ് ആയി. ഇത് ഏത് സമയം വേണോ ഇളകി പോകുന്ന ഒരു കണ്ടീഷനാണ്. ഇത് ഒരു സൈഡാണ്, അതേ കണക്ക് ഇതാ നോക്കൂ, ഇതിൻ്റെ എൻഡ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളി ഡാമേജ് ആണ്. അത് കൂടാണ്ട് ഒരു സൈഡ് ലോവറാമിൻ്റെ അവസ്ഥ കണ്ടോ, ഒരു സൈഡ് ലോവറാമിൻ്റെ അകത്ത് വരുന്ന ബുഷ് പോയിട്ട് ഈ വണ്ടിക്ക് റോഡിൽ ഓടാൻ പറ്റത്തില്ലായിരുന്നു, സ്റ്റെബിലിറ്റി ഇല്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിലാണ് ഈ വണ്ടി ഇവിടെ വന്നത്. അപ്പോൾ അതും ഫുൾ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. പിന്നെ അതായത് നോക്കൂ, അതിൻ്റെ എൻഡ് കണ്ട ഏത് സമയം വേണോ ഇത് ഇളകി പോവാം, ആ ഒരു അവസ്ഥയിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മാത്രം ശരിയാക്കിയാൽ പോരാ, കാര്യം ഇതിന് റാക്കിനും അത്ര കണ്ട് നോയ്സി ഉണ്ട്. അപ്പോൾ നമുക്ക് റാക്ക് ഇളക്കി റിപ്പയർ ചെയ്താൽ മാത്രമേ ഈ വണ്ടിക്ക് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടുള്ളൂ. റാക്ക് നമുക്ക് ഈ പോളോയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയാമോ, വലിയ എക്സ്പെൻസീവ് അല്ല, നമുക്കിത് ഫുള്ള് അസംബ്ലി ആയിട്ട് മേടിക്കുന്നതായിരിക്കും കുറേ കൂടി കൺവീനിയൻസ്. അത്ര കണ്ട് പൈസ ഇല്ല കേട്ടോ. ഞാനപ്പോൾ കൊട്ടേഷൻ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഓരോ മോഡലിനും ഓരോ പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഇതിന് എത്രയാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ബൈ ടുമാറോ, ഡേ ആഫ്റ്റർ ടുമാറോ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് സസ്പെൻഷൻ്റെ വിശേഷം വണ്ടിയെ സംബന്ധിച്ച്. പിന്നെ ഇത് സസ്പെൻഷന് രണ്ട് പാർട്സ് മാത്രം ഉപയോഗത്തിലുണ്ടായിരുന്നു. ഷോക്ക് അത്ര കണ്ട് ഡാമേജ് ഇല്ല. അപ്പോൾ ഷോക്ക് നമ്മൾക്ക് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻജിൻ റൂമിലോട്ട് വരാം. ഇതാ നോക്കൂ, എൻജിൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് എൻജിൻ റൂമിലുള്ള എല്ലാ സംഗതികളും നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അത് EGR മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട് എന്താണ് EGR, എന്തോന്നാണ്, അതിനെന്താണ് പ്രത്യേകത, അത് മാറ്റണോ, എന്തെങ്കിലും ചെയ്യണോ. അപ്പം ഞാൻ അതിന് ഇതുവരെ ഞാൻ എന്ത് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്യുമ്പോഴല്ലോ കാണിച്ചു തന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുമുണ്ട് ആ സമയത്ത്. പക്ഷെ ഇന്ന് ഞാൻ ഫുള്ള് ഫ്ലോറിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇളക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റും. ഇതാ നോക്കൂ, ഇതിൻ്റെ EGR മെക്കാനിസത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നോക്കൂ, ഇത് കണ്ട ഒരു EGR മെക്കാനിസത്തിൻ്റെ അവസ്ഥയാണ്. ഫുള്ള് ചോക്കഡാണ്, ഇതിനകത്ത് ഫുള്ള് കരിയേറി ആ ഒരു എൻഡയർ മെക്കാനിസം ഫുള്ളി ചോക്കഡാണ്. ഒന്ന്. രണ്ടാമത് ഇത് നോക്ക്, ഇതിനകത്ത് EGR മെക്കാനിസം ഈ കണ്ട ഇതിന് ഈ വരുന്ന ഫുള്ള് വാൾവ്സ് എല്ലാം ഫുള്ള് ചോക്കഡ്. അത് കൂടാണ്ട് കറക്റ്റ് ക്ലോസിങ് പോയിന്റിൽ ക്ലോസ് ആവത്തില്ല, കറക്റ്റ് ഓപ്പൺ ആവത്തില്ല, അത് ഫുള്ള് സ്റ്റക്ക്. അതൊരു സൈഡ്. അടുത്ത് ഇതാ നോക്കൂ, ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയാണ് കേട്ടോ. ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അതായത് നോക്കൂ, ത്രോട്ടിൽ ബോഡിയിൽ ഇരിക്കുന്ന കരിയുണ്ടോ, ഇത് ഇത്രയും കണ്ട് കരിയേറി ഇത് ഫുള്ളി അടഞ്ഞൊക്കെയാണ്. അപ്പം ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. ഇതിനകത്ത് കണ്ട ത്രോട്ടിൽ പൊസിഷൻ സെൻസറും വരുന്നുണ്ട്. അത് കൂടാതെ ഇതിനകത്തിരിക്കുന്ന ഈ മോട്ടറാണ് ഈ ബട്ടർഫ്ലൈനെ കറക്റ്റ് പൊസിഷൻ വൈസ് കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ എത്ര പെഡൽ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് കൺട്രോൾ ചെയ്യും. അപ്പം ഇതിലൊരു കാര്യമുണ്ട്, ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് കെമിക്കൽസിൽ ഇടാൻ പറ്റില്ല. അത്രയും കണ്ട് ത്രോട്ടിൽ ബോഡി ക്ലീനർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള കെമിക്കലുണ്ട്. അതും പോലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല കെയർ ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് ഈ ഒരു പോർഷൻ മാത്രം കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, കഴുകി എങ്ങനെ എടുക്കാം, എങ്ങനെ ക്ലീൻ ആക്കാം. അതുകൊണ്ട് ഞാൻ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. പിന്നെ ഇത് ഇത്രയും നമ്മൾ ഇളക്കിയപ്പം ഇതിൻ്റെ ഓസ് എല്ലാം കണ്ടോ, ഉള്ള മിക്ക ഓസുകളും നല്ല കാലപ്പഴക്കം ചെന്നൊരു വല്ലാണ്ട് അവസ്ഥയിലിരിക്കും. ഇങ്ങനെ ഡാമേജ് ഒന്നുമല്ല, പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഉള്ള പ്രത്യേകത ചെറിയ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്താണ് ഈ ഓസ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ വലിച്ചു പിടിച്ച് ഇളക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് കറക്റ്റ് ഇളവി വരത്തുമില്ല. ഇളവി വന്നാൽ തന്നെ കറക്റ്റ് നമുക്ക് പ്രോപ്പറായിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, മാക്സിമം 1-2 ഓസ് ആവശ്യത്തിനുള്ളത് മാത്രം ഇളക്കും, അല്ലാത്ത നമ്മൾ ഇളക്കത്തില്ല. അപ്പോൾ നമ്മളിതിന് നമുക്കിപ്പോൾ EGRൻ്റെ ഒരു സെക്ഷൻ ഇളക്കാൻ എന്തൊക്കെ സാധനങ്ങൾ മാറ്റണോ ആ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ ഇതിൽ ഇളക്കിയിട്ടുള്ളൂ. അതെല്ലാം ക്യൂട്ടായിട്ട് നമ്മൾ ഇളക്കി സൈഡിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എവറിത്തിങ് ഈസ് ഫൈനാണ്. അപ്പം ഇത് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വെച്ചാണ്ടല്ലോ മോനെ, ഇത് പറക്കും ഈ വണ്ടി. ഇതിൻ്റെ റിയലിസ്റ്റിക് പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ഒരു പെർഫോമൻസ് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെൽ സെറ്റാക്കിയാൽ വണ്ടിയുടെ വണ്ടിയുടെ പെർഫോമൻസ്, വണ്ടിയുടെ ലുക്ക്, പിന്നെ ഓട്ടിക്കുമ്പോൾ നമുക്ക് ആ ഒരു
നമുക്കെപ്പോഴും എന്താണെന്നറിയാമോ, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആ ഒരു ഫീൽ റോട്ടിൽ കിട്ടണം. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ച് വേറുള്ള വണ്ടികളൊക്കെയല്ല, ഈ ജർമ്മൻ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആക്സിലേറ്റർ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് ആ റോഡിൽ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ പോളോ ഡീസൽ എഡിഷൻ അത്ര കണ്ട് പെർഫോമൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.